Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1930. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ പെരുമ്പയിലെ വീട് കുത്തിത്തുറന്നുള്ള കവർച്ച, അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കവർച്ച സംഘത്തെക്കുറിച്ച് സൂചനയെന്നും പോലീസ്. വാഹനങ്ങളുടെ ശവപ്പറമ്പായി മാറി കണ്ണപുരം പോലീസ് സ്റ്റേഷൻ. വാഹനങ്ങൾ റോഡരികിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നത് അപകടങ്ങൾക്കും കാരണമാകുന്നു. പ്രതിഷേധം വ്യാപകം. ചെറുതേനീച്ച കൃഷിയിൽ വിജയഗാഥ രചിച്ച് കരുവള്ളൂർ കൂക്കാനത്തെ ഡോക്ടർ KP ശ്രുതി. ചെറുതേനീച്ച കൃഷിയിലെ പോരായ്മകൾ പരിഹരിക്കാൻ വലിയൊരു ഗവേഷണത്തിൽ മുഴുകിയിരിക്കുകയാണ് ഡോക്ടർ ശ്രുതി. കാവിന് കാവലായി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പടമ്പ് ദേവിയോടുകാവ് പരിസരത്ത് നടന്ന പരിപാടി സംഘടിപ്പിച്ചത് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും കാങ്കോൾ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂർ പെരുമ്പയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കവർച്ച, 30 പവൻ ആഭരണങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി. കവർച്ചയ്ക്ക് പിന്നിലെ സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചെന്നും പോലീസ്. കഴിഞ്ഞ ദിവസമാണ് പെരുമ്പയിലെ റഫീഖ് മൻസിലിൽ CK സുഹറയുടെ വീട്ടിൽ കവർച്ച നടന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 76 പവൻ സ്വർണ്ണാഭരണങ്ങളും 4000 രൂപയും മോഷണം പോയതായി വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസിന്റെ അന്വേഷണം നടക്കുന്നതിനിടെ 30 പവന്റെ ആഭരണങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കണ്ടുകിട്ടിയതായി വീട്ടുകാർ പോലീസിൽ അറിയിച്ചു. കണ്ണൂരിൽ നിന്നെത്തിയ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. സമീപത്തെ സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോൾ പുലർച്ചെ 2:15-നും 4:30-ക്കുമിടയിൽ ഒരേ വ്യക്തി 5 പ്രാവശ്യം ഇതുവഴി ടോർച്ച് തെളിച്ചു പോകുന്നതായി കണ്ടെത്തി. നിരീക്ഷണ ക്യാമറ പരിശോധിച്ച പോലീസ് സംഘം DYSP ഉമേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി. മോഷണ സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ നമുക്ക് മറ്റ് തെളിവുകളൊക്കെ നമ്മൾ ശേഖരിച്ചു വരികയാണ്. വളരെ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രതീക്ഷയുള്ളത്. നമുക്ക് ചില സൂചനകളൊക്കെ നമുക്കുണ്ട്. നമ്മളതിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. മഴക്കാലം വരികയായി. മഴക്കാലം വരുമ്പോൾ നമുക്ക് കൂടുതൽ സുരക്ഷ നമ്മുടെ വീടുകളിലൊക്കെ ഒരുക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ വീടുകളിൽ ഇപ്പോൾ നമുക്കിങ്ങനെ കാണുന്നത് നമ്മളെ ആക്രമിക്കാനുള്ള ആയുധങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ പുറത്ത് വെച്ചിരിക്കുകയാണ്. അത്തരം സാധനങ്ങളൊക്കെ മാറ്റി വെക്കുക. അതുപോലെ സുരക്ഷിതമായി നമ്മുടെ ഗോൾഡ് അതേപോലെ വില ഉൾപ്പെടെ സാധനങ്ങളൊക്കെ കഴിവതും ലോക്കറിലേക്ക് മറ്റോ മാറ്റുന്ന രീതിയിലേക്ക് ചെയ്യുക. വേറെ ഒന്നും നമ്മുടെ പരിസരത്തുള്ള ആൾക്കാർ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാവുക. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനൊക്കെ ക്യാമറകളും സർവൈലൻസ് പരിപാടികളൊക്കെ കുറച്ചുകൂടി ആക്റ്റീവാക്കി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക. തുടങ്ങി നമ്മുടേതായ ചെയ്യുന്ന സുരക്ഷ നമ്മൾ ഒരുക്കുകയും പോലീസ് പെട്രോളിംഗ് കുറച്ച് സജീവമാക്കിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും ഈ സീസൺ ജൂൺ മാസങ്ങളിൽ നമുക്ക് പൊതുവേ ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലെ കണക്കുകൾ നോക്കുമ്പോൾ കൂടുതൽ ഭക്ഷണങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഞങ്ങളും നാട്ടുകാരും ഒരുമിച്ച് നിൽക്കാം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അതേസമയം കണ്ടോത്ത് പാട്യത്ത് പൂട്ടിക്കിടന്ന വീട്ടിൽ നടന്ന മോഷണ ശ്രമത്തിനെതിരെ വീട്ടുടമ PDAക്കൽ ഡൊമിനിക് തോമസിന്റെ പരാതിയിലും പോലീസ് കേസെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വാഹനങ്ങളുടെ ശവപ്പറമ്പായി മാറുകയാണ് കണ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിസരം. വിവിധ കേസുകളിൽ പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ റോഡരികിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നത് അപകടങ്ങൾക്കും കാരണമാകുന്നു. പ്രതിഷേധം വ്യാപകം. വിവിധ കേസുകളിൽ പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലമില്ലാതെ ഉഴലുകയാണ് കണ്ണപുരം പോലീസ് സ്റ്റേഷൻ അധികൃതർ. പിടിച്ചെടുത്ത വാഹനങ്ങൾ KSTP റോഡരികിലാണ് ഇപ്പോൾ പാർക്ക് ചെയ്യുന്നത്. മണൽക്കടത്തുമായി ബന്ധപ്പെട്ടും KSTP റോഡിലെ അപകടങ്ങളിൽപ്പെട്ട വാഹനങ്ങളുമാണ്
കൂടുതലായും പ്രദേശത്ത് പാർക്ക് ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിനകത്ത് വാഹനങ്ങൾ സൂക്ഷിക്കാൻ ആവശ്യമായ സ്ഥല സൗകര്യങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ മിക്കതും റോഡരികിലാണ് പാർക്ക് ചെയ്യുന്നത്. കണ്ണപുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ സൈഡിൽ കിടക്കുന്ന വാഹനങ്ങൾ മറ്റുള്ള വാഹനങ്ങൾക്ക് അപകടകരമായ രീതിയിലാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറ്റി ഇതാക്കണമെന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ ഒരുപാട് വാഹനങ്ങൾ റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു വളഞ്ഞ റോഡുമാണ് ഇവിടെ. അതുകൊണ്ട് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏറെ അപകട സാധ്യതയുള്ള വളവോട് കൂടിയ പ്രദേശത്താണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. കൂടാതെ പോലീസ് സ്റ്റേഷന് മുന്നിലെ സീബ്ര ലൈന് മുകളിലും മണൽ വാഹനം നിർത്തിയിട്ടതായി കാണാം. ജനങ്ങൾക്ക് സുരക്ഷ നൽകേണ്ട പോലീസ് തന്നെ അപകട സാധ്യത ഉണ്ടാകും വിധം വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് ഏറെ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു. ഇവിടെ ഈ KSTP റോഡിൽ ദിനംപ്രതി അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ അപകടങ്ങൾ സംഭവിച്ച വാഹനങ്ങളാണെങ്കിൽ എല്ലാം പോലീസ് സ്റ്റേഷൻ്റെയും മുന്നിലും റോഡ് സൈഡിലൊക്കെ വെച്ചിട്ട് വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. അത് വ്യാപാരികൾക്കും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ട പൊതുജനത്തിന് മൊത്തം അതൊരു വലിയൊരു പ്രതിസന്ധിയായിട്ടാണ്. അപ്പം എത്രയും വേഗത്തിൽ അത് അപ്പോഴപ്പോൾ അതിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഓപ്പറേറ്റീവ് യൂണിറ്റ് ആവശ്യപ്പെടുന്നത്. പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങളിൽ നിന്ന് ബാറ്ററിയും ടയറും മറ്റു ഭാഗങ്ങളും മോഷ്ടിക്കുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഇത് നേരത്തെ പോലീസ് കൈയോടെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപകടങ്ങളിൽപ്പെടുന്ന വാഹനങ്ങൾ നിർത്തിയിടാൻ പ്രത്യേകം സ്ഥലം കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കണ്ണപുരം പോലീസ് വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത നിരവധി വാഹനങ്ങളാണ് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ KSTP റോഡരികിൽ അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ വാഹനങ്ങൾ മിക്കപ്പോഴും അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇത്തരം വാഹനങ്ങൾ ഡംപിംഗ് യാർഡിലേക്ക് മാറ്റാൻ ആവശ്യമായ സൗകര്യം വേണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കണ്ണപുരം ചൈനാക്ലേ റോഡ് ജംഗ്ഷനിൽ റോഡ് തകർന്നത് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. പ്രതിഷേധവുമായി പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികൾ രംഗത്ത്. അടിയന്തരമായ റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തം. കണ്ണപുരം ചൈനാക്ലേ ജംഗ്ഷനിൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി റോഡിൽ കുഴിയെടുത്ത പ്രദേശമാണ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനെ തുടർന്ന് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. കുഴിയെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്യാനോ ടാറിംഗ് നടത്താനോ അധികൃതർ തയ്യാറായിട്ടില്ല. താൽക്കാലികമായി കുഴിയടയ്ക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പ്രദേശത്ത് വലിയ കുഴികൾ രൂപപ്പെട്ടു. ഇത് പ്രദേശത്ത് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു. ഇരുചക്രവാഹന യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഇതുവഴി ഇരുചക്രവാഹനത്തിൽ സഞ്ചരിച്ച കുടുംബം റോഡിൽ വീണ് പരിക്കേറ്റിരുന്നു. കൂടാതെ പ്രദേശത്ത് ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നു. അധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. ഈ കണ്ടീഷനിലായിട്ട് ഒരുപാട് ദിവസങ്ങളായി, മാസങ്ങളായി, ഇതുവരെ ആരും അതിന് വേണ്ടിയിട്ട് ഒരു പ്രവൃത്തി നടത്തിയിട്ടില്ല. അധികൃതരുടെ ഭാഗത്തുമില്ല, പോലീസിൻ്റെ ഭാഗത്തുമില്ല. ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവിടെ. ഈ ഗട്ടറിൽ വീണിട്ട് ടൂ വീലറുകാരൻ കയറി വരുമ്പോൾ ബാലൻസ് ഇട്ടാണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആരും ഇതുവരെ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ മഴക്കാലം വരുന്നു. മഴക്കാലം എത്തിയതോടെ റോഡിലെ കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുകയും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുകയും ചെയ്യും. അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതേനീച്ച കൃഷിയിൽ വിജയഗാഥ രചിച്ച് കരിവെള്ളൂർ കൂക്കാനത്തെ ഡോക്ടർ KP ശ്രുതി. ചെറുതേനീച്ച കൃഷിയിലെ പോരായ്മകൾ പരിഹരിക്കാൻ വലിയൊരു ഗവേഷണത്തിലാണിപ്പോൾ ഡോക്ടർ ശ്രുതി. തേനീച്ച കൃഷിയിലെ വിജയഗാഥകളും കൃഷിരീതികളും നമുക്ക് പരിചയമുണ്ട്. എന്നാൽ ചെറുതേനീച്ചയുടെ മേഖലയിൽ ഒരാൾ കൈവെക്കുന്നത് നമ്മുടെ നാട്ടിൽ അത്ര സാധാരണമല്ല. അവിടേക്കാണ് ഡോക്ടർ ശ്രുതിയുടെ കടന്നുവരവ്. 5 വർഷമായി തേനീച്ച കൃഷി തുടങ്ങിയിട്ട്. സ്വന്തം ഇഷ്ടം മാത്രമാണ് ഇതിനു പിന്നിലുള്ളത്. ഭർത്താവിൻ്റെയും കുടുംബക്കാരുടെയുമൊക്കെ പിന്തുണയുമുണ്ട്. നിലവിൽ 70ഓളം തേനീച്ച കോളനികൾ സ്വന്തമായുണ്ട്. ചെറുതേനീച്ചയുടെ അടക്കമാണ് തേനെടുക്കാൻ എടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഒരുപാട് പോരായ്മകൾ ഈ മേഖലയിൽ നിലനിൽക്കുന്നു. ഇതെല്ലാം എങ്ങനെ മറികടക്കാം എന്നതിനായുള്ള ഗവേഷണത്തിലാണ് ഡോക്ടർ ശ്രുതി. ഇതിന് കേരള സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്നും 2.5 ലക്ഷം രൂപ ഗ്രാന്റ് ലഭിച്ചിട്ടുണ്ട്. ഗവേഷണം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ശ്രുതി പറയുന്നു. ഇത് ഈ മേഖലയിൽ വലിയ ഒരു മാറ്റത്തിനു തന്നെ വഴിയൊരുക്കും. ചെറുതേനീച്ച കൃഷി ആർക്കും ലളിതമായി കൈകാര്യം ചെയ്യാവുന്ന ഒന്നാണ്.
നല്ല തേൻ കഴിക്കാം. വലിയ തേനീച്ചയെ പോലെ കുത്തില്ല. കൂട് ഒഴിഞ്ഞു പോകുന്ന പ്രവണതയുമില്ല. പറശ്ശിനിക്കടവ് MVR ആയുർവേദ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ശ്രുതി BAMS കഴിഞ്ഞത്. പിന്നീട് കോസ്മെറ്റോളജിയിലും ഡയബറ്റിക്സിലും PG ഡിപ്ലോമ എടുത്തു. ഇപ്പോൾ ചീമേനിയിൽ ക്ലിനിക്ക് നടത്തുന്നു. ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ് തേനീച്ച കൃഷി ചെയ്യുക എന്നുള്ളത്. അച്ഛനായാലും അപ്പനായാലും ചെറുപ്പം മുമ്പേ തന്നെ കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ട് തേനീച്ച കൃഷി അതുപോലെ തന്നെ മത്സ്യകൃഷിയൊക്കെ ചെയ്യുക എന്ന് വലിയ ആഗ്രഹമാണ്. അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പം 5 വർഷമായി തേനീച്ച കൃഷി തുടങ്ങിയിട്ട്. ഇന്ന് ചെറുതേനീച്ച കൃഷിയിൽ ഒരുപാട് പോരായ്മകളുണ്ട്. അതിനൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ ഒരു കൃഷി കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ഭർത്താവ് അനുരാജ്, മകൾ നീല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് കണ്ണൂർ, കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആലപ്പടമ്പ ദേവിയോട്ട് കാവ് പരിസരത്ത് കാവിന് കാവലായി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം പരിപാടി സംഘടിപ്പിച്ചു. കണ്ണൂർ സർവകലാശാല പരിസ്ഥിതി പഠന വിഭാഗം മുൻ ഡയറക്ടർ ഡോക്ടർ ഖലീൽ ചൊവ്വ ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തി. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് കണ്ണൂർ, കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആലപ്പടമ്പ് ദേവിയോട്ട് കാവ് പരിസരത്ത് കാവിന് കാവലായി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം പരിപാടി സംഘടിപ്പിച്ചു. കണ്ണൂർ സർവകലാശാല പരിസ്ഥിതി പഠന വിഭാഗം മുൻ ഡയറക്ടർ ഡോക്ടർ ഖലീൽ ചൊവ്വ ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യപ്രഭാഷണം നടത്തി. കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി CBD അത് ലോകത്ത് ഓരോ 4-5 വർഷം കൂടുമ്പോഴും വിവിധ രാജ്യങ്ങളിൽ നടക്കും. നമ്മുടെ ഇന്ത്യയിലെ COP12 എന്ന പേരിൽ ഈ CBD നടക്കുകയുണ്ടായി ഹൈദരാബാദിൽ. അതിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അന്ന് അതിൽ കണ്ടൽക്കാടുകളെ കുറിച്ചുള്ള ഒരു സെഷനിൽ അധ്യക്ഷപദം പോലും അലങ്കരിക്കാൻ സാധിച്ചു എന്നുള്ളത് തികച്ചും ചാരിതാർത്ഥ്യത്തോടു കൂടി ഞാനിവിടെ സ്മരിക്കുകയാണ്. ചടങ്ങിൽ ജില്ലാ കോർഡിനേറ്റർ A. സുഹദ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K. മോഹനൻ, K. ഗോവിന്ദൻ, CK. ബാലൻ, പോത്തേര നാരായണൻ, മാത്തിൽ സ്കൂൾ NSS വളണ്ടിയർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും NGO യൂണിയനും സംയുക്തമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനു മുന്നിൽ ധർണാ സമരം നടത്തുന്നു. ത്രിദിന ധർണാ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പരിയാരത്ത് അഭിവാദ്യ പ്രകടനം നടന്നു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടന്നുവരികയാണ്. മെയ് 21 മുതൽ 23 വരെയാണ് സത്യാഗ്രഹ സമരം നടത്തുന്നത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും NGO യൂണിയനും സംയുക്തമായാണ് 3 ദിവസം നീളുന്ന സത്യാഗ്രഹം നടത്തുന്നത്. മുഴുവൻ ജീവനക്കാരുടെയും ആഗിരണ പ്രക്രിയ പൂർത്തിയാക്കുക, ജീവനക്കാരുടെ മുൻകാല സർവീസ് പരിഗണിച്ച് തസ്തിക നിർണയവും സർവീസ് ആനുകൂല്യ നിർവചനവും നടത്തുക, സ്റ്റാൻഡ് അലോൺ ഓപ്ഷൻ സ്വീകരിച്ച ജീവനക്കാരുടെ നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളം സംരക്ഷിക്കുക, ഇന്റഗ്രേഷൻ നടപടികൾ പൂർത്തിയാകുന്നതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുക, മെഡിസെപ്പ് ആനുകൂല്യം ലഭ്യമാക്കുക, വിരമിച്ച ജീവനക്കാർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത ത്രിദിന ധർണ നടത്തുന്നത്. ധർണാ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പരിയാരത്ത് അഭിവാദ്യ പ്രകടനം നടന്നു. മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. KGOA ജില്ലാ പ്രസിഡന്റ് K. ഷാജി ഉദ്ഘാടനം ചെയ്തു. അത് ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ സ്വാശ്രയ രംഗത്തല്ല അത് ആരംഭിക്കേണ്ടത് എന്നുള്ള നിലപാട് ഉയർത്തിക്കൊണ്ടാണ് വിവിധ സംഘങ്ങൾ മുന്നോട്ട് വന്നത്. ആ കാഴ്ചപ്പാട് തന്നെയാണ് നമുക്കുണ്ടായത്. ഏറ്റവും ഒടുവിലാണ് ഒരുപക്ഷെ അടുത്തപക്ഷ ഗവൺമെൻറ് പല ഘട്ടത്തിൽ അധികാരത്തിൽ നിന്ന ഘട്ടത്തിലും 2006 തന്നെ ഇത് സർക്കാർ തലത്തിലേക്ക് ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനമായി മുന്നോട്ട് പോയിരുന്നു. പിന്നീട് അത് നടപ്പിലാക്കാൻ കഴിയുന്നത് പിന്നീട് 2016 വീണ്ടും LDF വന്നപ്പോഴാണ്. 2019 ഏറ്റെടുക്കുമ്പോൾ അപ്പോഴും ഒട്ടേറെ സങ്കീർണമായ വിഷയങ്ങളുണ്ടായി. ആ ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഒരുപക്ഷെ തുടർച്ചയായിട്ട് കേരളത്തിനകത്ത് കോവിഡ് പോലുള്ള മഹാമാരി പിടിപെടുന്ന സാഹചര്യം കൂടിയാണ്. കേരളത്തിലകത്താകെ പിടിപെടുന്ന സാഹചര്യം ഉണ്ടായി. ഡോക്ടർ സിറാജ് P. ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VP രജനീഷ്, C. ബാബാലൻ, MV രമ്യ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ നടന്നുവന്ന 10ാമത് കേരള ആരോഗ്യ സർവകലാശാല സംസ്ഥാന അത്ലറ്റിക് മീറ്റ് സമാപിച്ചു.
കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായി കെ സൗരവും ശ്രീപാർവതി മുരളിയുമാണ് മീറ്റിലെ താരങ്ങൾ. ഉഷ്ണതരംഗവും വേനൽ മഴയും പ്രതികൂലമായെങ്കിലും പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ ആദ്യമായി സംഘടിപ്പിച്ച കായിക മാമാങ്കത്തിന്റെ മാറ്റു കുറഞ്ഞില്ല. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 42 ഇനങ്ങളിൽ ആവേശം നിറഞ്ഞ മത്സരമാണ് നടന്നത്. 113 പോയിന്റുമായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായപ്പോൾ 58 പോയിന്റുമായി ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 2ഉം 46 പോയിന്റുമായി കോലഞ്ചേരി മെഡിക്കൽ കോളേജ് 3ഉം സ്ഥാനങ്ങൾ നേടി. പുരുഷ വിഭാഗത്തിൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 53 പോയിന്റുമായി 1ഉം ആലപ്പുഴ മെഡിക്കൽ കോളേജ് 39ഉം മലബാർ മെഡിക്കൽ കോളേജ് ഉള്ളിയേരി 19 പോയിന്റുകൾ നേടി 2ഉം 3ഉം സ്ഥാനത്തെത്തി. വനിതാ വിഭാഗത്തിൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 60 പോയിന്റുമായി 1ആം സ്ഥാനത്തെത്തിയപ്പോൾ 42 പോയിന്റുമായി കോലഞ്ചേരി മെഡിക്കൽ കോളേജ് 2ഉം 19 പോയിന്റുമായി ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 3ആം സ്ഥാനവും നേടി. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ശ്രീപാർവതി മുരളിയും കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ കെ സൗരവുമാണ് മീറ്റിലെ താരങ്ങൾ. സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനവും ജേതാക്കൾക്കുള്ള ട്രോഫി വിതരണവും എം വിജിൻ MLA നിർവഹിച്ചു. നമ്മുടെ സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെ ഉപയോഗത്തിലെത്തിക്കൊണ്ട് നടക്കുന്ന ആദ്യ ഒരു യൂണിവേഴ്സിറ്റി തല അത്യാവശ്യം മീറ്റ് കൂടിയാണ് ആരോഗ്യ സർവകലാശാലയിലേക്ക്. ഏറെ സന്തോഷപൂർവ്വം തന്നെയാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മീറ്റിൽ ഏറ്റെടുത്തത്. സംഘാടക സമിതിയും ആ നിലയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തത്. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ KP ഷീബ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. കേരള ആരോഗ്യ സർവകലാശാല സ്റ്റുഡന്റ് അഫയേഴ്സ് ഡീൻ ഡോക്ടർ VM ഇക്ബാൽ മുഖ്യാതിഥിയായി. KK രാജീവ്, ഡോക്ടർ S സരിൻ, ഡോക്ടർ PP ബിനീഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുടുംബശ്രീയുടെ 26ാം വാർഷികത്തോടനുബന്ധിച്ച് സർഗോത്സവം അരങ്ങ് 2024 പയ്യന്നൂർ ക്ലസ്റ്റർ തല കലോത്സവത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. വടശ്ശേരി മുക്കിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര പഞ്ചായത്ത് പരിസരത്ത് സമാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് K പത്മിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. അവരുടെ സർഗാത്മകതകൾ പരിപോഷിക്കുന്നതിനും വേണ്ടി സർഗോത്സവം അരങ്ങ് 2024 കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ക്ലസ്റ്റർ തല കലോത്സവം സംഘടിപ്പിക്കുന്നത്. പരിപാടികൾ നല്ലവരായ മുഴുവൻ നാട്ടുകാരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുടുംബശ്രീയുടെ 26ാം വാർഷികത്തോടനുബന്ധിച്ച് സർഗോത്സവം അരങ്ങ് 2024 പയ്യന്നൂർ ക്ലസ്റ്റർ തല കലോത്സവം മെയ് 23, 24 തീയതികളിലായി മാത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായ കുടുംബശ്രീ പ്രസ്ഥാനം 26 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ വേളയിൽ കുടുംബശ്രീ അംഗങ്ങളുടെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെയും മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും അവരുടെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി സർഗോത്സവം അരങ്ങ് 2024 കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ക്ലസ്റ്റർ തല കലോത്സവം സംഘടിപ്പിക്കുകയാണ്. 3 വേദികളിലായി 1000-ൽ പരം കലാകാരികൾ മത്സരത്തിൽ പങ്കെടുക്കും. മെയ് 23, 24 തീയതികളിലായി മാത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുക. സംഗീത വിഭാഗത്തിൽ ലളിതഗാനം, സംഘഗാനം, കവിതാ പാരായണം, ഉപകരണ സംഗീതം, സ്റ്റേജ് തര മത്സരത്തിൽ കഥ, കവിത, ചിത്രരചന മത്സരങ്ങളും നടക്കും. കൂടാതെ നൃത്തം, നാടകം, സ്കിറ്റ്, മൈം തുടങ്ങിയ മത്സരങ്ങളും ഉണ്ടാകും. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P വത്സലയുടെ അധ്യക്ഷതയിൽ കല്യാശ്ശേരി MLA M വിജിൻ ഉദ്ഘാടനം നിർവഹിക്കും. സമാപന സമ്മേളനത്തിൽ കാങ്കോലാലപ്പടമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷത വഹിക്കും. പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല സമ്മാന വിതരണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, K പത്മിനി, TM സതീശൻ മാസ്റ്റർ, സെക്രട്ടറി K മോഹനൻ, ബ്രിട്ടാജ് തോമസ്, C ഷോന, ഷൈജു പത്മനാഭൻ, PM വത്സല, EC സതി, U ജയശ്രീ, ഷീബ K തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ബാലസഭ RP മാർക്കുള്ള പരിശീലനം സംഘടിപ്പിച്ചു. ബാലസഭ ജില്ലാ RP C വിനോദ് ക്ലാസ് കൈകാര്യം ചെയ്തു.
കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ബാലസഭ RP-മാർക്കുള്ള മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ഏകദിന പരിശീലന പരിപാടി ശുചിത്വോത്സവം 2.0 സംഘടിപ്പിച്ചു. ബാലസഭ ജില്ലാ RP C വിനോദ് ക്ലാസ് കൈകാര്യം ചെയ്തു. പ്ലാസ്റ്റിക് പേപ്പർ വേറെ, പ്ലാസ്റ്റിക് ബോട്ടിൽ വേറെ, സാധാരണ പേപ്പർ വേറെ, ജൈവ വസ്തുക്കൾ വേറെ, അങ്ങനെ ഓരോ തരത്തിലുള്ള സാധനങ്ങൾ വേർതിരിച്ച് വെച്ച് കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഗെയിമാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും. ഗെയിമിലൂടെയാണ് ഈ വർക്കൊക്കെ ചെയ്യുന്നത്. ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് പറയുമ്പോൾ നിങ്ങളെല്ലാവരും റൗണ്ടിലോടുകയാണ്. ചടങ്ങിൽ വാർഡ് മെമ്പർ MV പ്രീത, CDS ചെയർപേഴ്സൺ KG ബിന്ദു, മെമ്പർ സെക്രട്ടറി MV പവിത്രൻ, ബാലസഭ CDS RP M ജിഷ തുടങ്ങിയവർ സംസാരിച്ചു. പരിശീലനം ലഭിച്ച RP-മാർ വാർഡുകളിലെ ബാലസഭാ കുട്ടികൾക്ക് ശുചിത്വോത്സവത്തിനെ കുറിച്ച് പരിശീലനം നൽകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ആയന്നൂർ ശ്രീ ശിവക്ഷേത്രം ധ്വജപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് ധ്വജപ്രതിഷ്ഠാ കർമ്മം നടന്നു. ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ധ്വജപ്രതിഷ്ഠാ കർമ്മം നടന്നത്. ആയന്നൂർ ശിവക്ഷേത്രം ധ്വജപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ധ്വജപ്രതിഷ്ഠാ കർമ്മം ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. 2 വർഷം മുൻപ് ധ്വജപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ധ്വജം നിർമ്മാണത്തിനുള്ള തേക്കുമരം മുറിച്ചതു മുതലുള്ള ആചാര അനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രം തന്ത്രിയുടെയും പൂജാരിമാരുടെയും കാർമ്മികത്വത്തിൽ ധ്വജപ്രതിഷ്ഠ നടന്നത്. തുടർന്ന് വൈകുന്നേരം ദീപാരാധനയ്ക്കു ശേഷം കൊടിയേറിയതോടെ ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. നീണ്ട 20 സംവത്സരങ്ങൾക്കു ശേഷം ചന്തേര ശ്രീ കപ്പോത്തനില്ലത്ത് മെയ് 27, 28 തീയതികളിൽ കളിയാട്ട മഹോത്സവം നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കളിയാട്ടത്തോടനുബന്ധിച്ച് 2024 മെയ് 26 ഞായറാഴ്ച ചന്തേര ശ്രീ ഗ്രാമത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നും രാവിലെ 10:30 കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെടും. വൈകിട്ട് 7 മണിക്ക് കളിയാട്ടവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുന്ന സുവനീർ പ്രകാശനം ചെയ്യും. തുടർന്ന് കുട്ടികളും വനിതകളും അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ അരങ്ങേറും. മെയ് 27 കളിയാട്ടാരംഭം. രാവിലെ ഇല്ലത്ത് വെച്ച് നടക്കുന്ന പ്രത്യേക പൂജകൾക്കു ശേഷം വൈകുന്നേരം 5:30 തുടക്കമാകും. കളിയാട്ടവുമായി ബന്ധപ്പെട്ട് അപൂർവങ്ങളായ 14ഓളം തെയ്യങ്ങൾ അരങ്ങിലെത്തും. മന്ത്രമൂർത്തികളായ തുളുക്കോലം, ഭൈരവൻ, തീകുട്ടിശാസ്തൻ, പൂക്കുട്ടിശാസ്തൻ, പരമക്കാളി, കരിംകുട്ടിശാസ്തൻ, ഗുളികൻ, ധൂമം തുടങ്ങിയ തെയ്യങ്ങൾ അരങ്ങിൽ എത്തും. ഇല്ലത്തെ പ്രധാന തെയ്യമായ കവടിയങ്ങാനത്തെ രക്തേശ്വരിയും വലിയ ഗുരുതിയും നടക്കും. തുടർന്ന് മറ്റു തെയ്യക്കോലങ്ങളായ വളാൽ ഭഗവതി, കൊക്കോട്ട് ഭഗവതി, ഉച്ചൂളുകടവത്ത് ഭഗവതി, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി, ധൂമം തുടങ്ങിയ തെയ്യങ്ങൾ അരങ്ങിലെത്തും. കളിയാട്ടവുമായി ബന്ധപ്പെട്ട് 27 രാത്രിയും 28 ഉച്ചയ്ക്കും 1500 പേർക്ക് അന്നദാനം ഉണ്ടായിരിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ബ്രഹ്മശ്രീ കപോതനില്ലത്ത് കുഞ്ഞിരാമൻ നമ്പൂതിരി, V സുധീർ, OP ചന്ദ്രൻ, കപോതനില്ലത്ത് പത്മനാഭൻ നമ്പൂതിരി, കപോതനില്ലത്ത് ശ്രീധരൻ നമ്പൂതിരി, PP ശൈലേഷ് കുമാർ, KP ഗോപി, V മാധവി, കണ്ണോത്ത് കുഞ്ഞമ്പു, കണ്ണോത്ത് കുഞ്ഞികൃഷ്ണൻ, VV കാർത്യായനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കൂലേരി പടിഞ്ഞാറേ വീട് തറവാട് കളിയാട്ടം മെയ് 24, 25, 26 തീയതികളിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീ രാമവില്യം കഴകവുമായി അഭേദ്യബന്ധമുള്ള കൂലേരി പടിഞ്ഞാറേ വീട് തറവാട് കളിയാട്ടം മെയ് 24, 25, 26 തീയതികളിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കളിയാട്ടത്തിന്റെ ഭാഗമായി 24 തറവാട്ട് അംഗങ്ങളുടെ കലാസന്ധ്യ അരങ്ങേറും. 25 വൈകിട്ട് 6 മണിക്ക് ദീപാരാധനയോടെ കളിയാട്ടത്തിന് തുടക്കം കുറിക്കും. 7 മണിക്ക് വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാട്, തുടർന്ന് കുറത്തിയമ്മയും 26 പുലർച്ചെ കുടിവീരനും 9 മണി മുതൽ രക്തചാമുണ്ടിയും കുണ്ടോർ ചാമുണ്ടിയും വിഷ്ണുമൂർത്തിയും ധർമ്മദൈവമായ വല്ലാർകുളങ്ങര ഭഗവതിയും അരങ്ങിലെത്തും. തുടർന്ന് അന്നദാനം നടക്കും. KPV കൃഷ്ണൻ, KV ഷിബു, KV സജിത്ത്,
KPV വിദ്യാധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ പെരുമ്പയിലെ വീട് കുത്തിത്തുറന്നുള്ള കവർച്ച അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കവർച്ച സംഘത്തെക്കുറിച്ച് സൂചനയെന്നും പോലീസ്. വാഹനങ്ങളുടെ ശവപ്പറമ്പായി മാറി കണ്ണപുരം പോലീസ് സ്റ്റേഷൻ. വാഹനങ്ങൾ റോഡരികിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നത് അപകടങ്ങൾക്കും കാരണമാകുന്നു. പ്രതിഷേധം വ്യാപകം. ചെറുതേനീച്ച കൃഷിയിൽ വിജയഗാഥ രചിച്ച് കരുവള്ളൂർ കൂക്കാനത്തെ ഡോക്ടർ KP ശ്രുതി. ചെറുതേനീച്ച കൃഷിയിലെ പോരായ്മകൾ പരിഹരിക്കാൻ വലിയൊരു ഗവേഷണത്തിൽ മുഴുകിയിരിക്കുകയാണ് ഡോക്ടർ ശ്രുതി. കാവിന് കാവലായി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പടമ്പ് ദേവിയോട്കാവ് പരിസരത്ത് നടന്ന പരിപാടി സംഘടിപ്പിച്ചത് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും കാങ്കോൾ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.